SFIക്കാർക്ക് അമ്മയില്ലേ തള്ളയില്ലേ എന്ന് എനിക്ക് സംശയം വരുന്നു. കാരണം ഈ പണിമുടക്ക് ദിവസം കണ്ണൂരിലെ ഒരു LP സ്കൂൾ, അവിടെ പ്രായം ചെന്ന ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കുകയാണ്. ഒരു പെൺകുട്ടി വനിതാ സഖാത്തി ചെന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ചോറുണ്ടാക്കാനുള്ള അരി തട്ടിക്കളഞ്ഞ് അവളുടെ അമ്മയേക്കാൾ പ്രായമുണ്ടായേക്കാവുന്ന ആ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്നു. അപ്പോൾ തന്തയില്ലാഴിക എന്ന് പറയാറുണ്ട്. തള്ളയില്ലാഴിക പോലും കാണിക്കുന്ന ഒരു പ്രസ്ഥാനമായി SFIയിലെ പെൺകുട്ടികൾ പോലും മാറിയിരിക്കുന്നു. എത്ര കഷ്ടമാണ് സാർ, അങ്ങൊരു അധ്യാപകനായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഇവര് ഈ കുട്ടികൾ സ്റ്റുഡൻഷിപ്പാണല്ലോ, എസ് ഫോർ സ്റ്റുഡൻഷിപ്പിന്റെ ആദ്യത്തെ കാര്യം SFIക്കാർ എത്രയോ കാലമായിട്ട് പ്രത്യേകിച്ച് ആദ്യം പറയുന്ന ഒരു കാര്യം, എല്ലാതരം ഐഡന്റിറ്റിക്കും അപ്പുറം മനുഷ്യന്റെ ഒരു ഒരുമയാണല്ലോ, അത് മനുഷ്യത്വമാണല്ലോ അതിന്റെ പ്രധാനം. സ്റ്റുഡൻഷിപ്പിന്റെ എന്തിനാണ് സ്റ്റുഡന്റിന്റെ ആത്മാവ് മനുഷ്യത്വമാണല്ലോ, മനുഷ്യപ്പറ്റാണല്ലോ. എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യനെ സൃഷ്ടിക്കാന്നല്ലേ നമ്മൾ പറയുക. SFIക്കാർ പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം എന്താണ്? അവരുടെ ഏത് നീക്കത്തിലാണ് മനുഷ്യത്വം ഉള്ളത്? സ്വന്തം കൂട്ടുകാരോട് പെരുമാറുമ്പോൾ, എതിരാളികളോട് പെരുമാറുമ്പോൾ, ഈ ഒരേ ആശയത്തിൽ നിൽക്കുന്നവര് രണ്ട് സംഘടനയായിട്ട് ASFകാരെ ഓടിച്ചിട്ട് തരുന്നു. ഓർമ്മയില്ലേ? നിമിഷ രാജുവിന്റെ കേസൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്നാണ് ആക്ഷേപം. നിനക്ക് ഞാൻ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കുന്നത്. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. പരസ്യമായി ഞാൻ റേപ്പ് ചെയ്യുമെന്ന് ആക്ഷേപിക്കുക. അപ്പോൾ എന്തും ചെയ്യാം, എന്തും പറയാം എന്നൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ കളഞ്ഞു കുളിക്കുന്നൊരു കാര്യം, ഒന്ന് അവരുടെ അടിസ്ഥാന ആശയം സ്റ്റുഡൻ്റാണ്, അത് പ്രക്ഷേപിക്കുന്നൊരു സംസ്കാരം ഉണ്ടല്ലോ. ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞ്, ഞാൻ കോളേജിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആത്യന്തികമായി ഞാൻ എല്ലാത്തിനും അപ്പുറം മനുഷ്യനാണ് എന്നാണ്. എൻ്റെ ഉള്ളിലെ മനുഷ്യത്വം ഉണർത്താനാണ് ഞാൻ കോളേജിൽ പോയെന്നാണ്. അതില്ലാതെ കളയുന്നു എന്നുള്ളതാണ് SFIയുടെ ഒരു പരാജയം. രണ്ടാമത് ഇപ്പോൾ SFI കാണുന്നത് ഗവർണറുടെ സമരം ചെയ്യുന്നില്ല SFIക്ക് എന്താ? അതാണ് സാർ അതിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഇവരെ സ്റ്റുഡൻ്റ് ആക്കുന്നത്, ഒന്ന് മനുഷ്യനാണെങ്കിൽ രണ്ടാമത്തേത് സ്റ്റുഡൻ്റ് ആക്കുന്നത് പഠനമാണല്ലോ. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പഠന പ്രശ്നമാണ്. ഒരു കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു സിസ്റ്റത്തിലെ പഠനത്തെ ബാധിക്കുന്ന എന്ത് ഇഷ്യൂ ആണ്? അത് വളരെ മൗലികമായ ചോദ്യമാണ്, അതാരും ചോദിക്കുന്നില്ല. ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്ന് പറയില്ലേ, ആ പണി. ഇപ്പോൾ ഓക്കെ, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ മാത്രമല്ല, അത് തമിഴ്നാട്ടിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബംഗാളിലുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് സമർത്ഥമായി മാനേജ് ചെയ്യുക എന്നതിലാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ മിടുക്ക്. അത് ഡ്യൂ റെസ്പെക്റ്റ് അങ്ങനെയാണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ഈ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അദ്ദേഹം വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് എന്ന ഡ്യൂ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചും കിട്ടും. അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട പണി ഗവൺമെൻറ്റിൻ്റെതാണ്. ആ പണിയിൽ എന്താണ് ഇപ്പോൾ EMS ആവർത്തിച്ച് പറയുന്നുണ്ട്, കുട്ടികളെ നിങ്ങളുടെ ഇഷ്യൂ പഠനമാണ്. സർവീസ് സംഘടന, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, EMS തന്നെയാണ് പറഞ്ഞത്. NGOകൾ ഓർമ്മയുണ്ടോ സാറിന്? NGO യൂണിയന്റെ സമ്മേളനത്തിലാണ് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളാവണ്ട. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. EMSനെ പറയാൻ പറ്റി, സാഹിത്യകാരന്മാരോടും പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണല്ലോ ഈ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ ആയിരുന്ന സാധനം പുകാസ ആയതിപ്പോൾ തെറ്റിപ്പോയിന്നിപ്പം പാർട്ടിക്ക് പുതിയ ഇഷ്യൂ വരുന്നുണ്ട്. അത് ദേ ആർ ടു ലേറ്റ്. അതാണ് ഇവരുടെ പ്രശ്നം. വല്ലാതെ വൈകിപ്പോവാണ്. EMS പോലും പലതവണ പറയേണ്ടി വന്നു അവസാനം, നിങ്ങൾ ഈ പുരോഗമന സാഹിത്യം എന്ന് പറയുന്നത് പാർട്ടി സാഹിത്യമല്ല കൂട്ടരെ. രൂപഭദ്രത എന്ന് പറഞ്ഞാൽ രൂപം കൂടി പ്രധാനമാണ്. ആശയം വിപ്ലവാത്മകമായാൽ മതി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സാഹിത്യം എഴുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് രൂപഭദ്രത എന്ന് പറയുന്നത് ഒരു സാധനം, ഒരു പ്രസന്റേഷന്റെ, ഒരു അവതരണത്തിന്റെ, ഒരു ആത്മാവിഷ്കാരത്തിന്റെ രൂപസൗന്ദര്യം കൂടി പ്രധാനമാണ്. അല്ല, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നു. അവർ പറയുന്നത് സർവകലാശാല തലപ്പത്ത് കാവ്യവൽക്കരണം, സർവകലാശാലയിലെ കാവ്യവൽക്കരണം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. സർവകലാശാലകളിലെ ചുവപ്പുവൽക്കരണം ആകാമോ? മുഴുവൻ ജീവനക്കാരെയും നിയമിച്ചിരിക്കുന്നത് പാർട്ടി അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെയാണ് അനധികൃതമായി അവിഹിതമായി പ്രൊഫസർമാരായിട്ടൊക്കെ നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ മന്ത്രി ബിന്ദുവിൻ്റെ നിയമനം പോലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാർ അവിടെയുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാവ്യവൽക്കരണം മാത്രമാണ് കുഴപ്പം.
അതെ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനെ തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരാണ് എന്നതാണുള്ള ചോദ്യം. പോളിസി മേക്കേഴ്സ് ആണ്, അക്കാഡമിക് രംഗത്തെ പ്രധാനപ്പെട്ട സമിതികളാണ്, യൂണിവേഴ്സിറ്റികളാണ്, സെനറ്റാണ്, സിൻഡിക്കേറ്റ് ആണ്. അവിടെ ഒരു വിദ്യാർത്ഥി പ്രതിനിധി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വിദ്യാർത്ഥി പ്രതിനിധിക്ക് പറയാനുള്ളത് പറയാൻ അവിടെ പോകേണ്ട ഒരാളാണ് SFI. അതിനപ്പുറത്ത് കാവ്യവൽക്കരണമോ ഈ പറഞ്ഞ എന്താ ചോപ്പുവൽക്കരണമോ കമ്മ്യൂണിസ്റ്റ് വൽക്കരണമോ, ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വളരെ പഴക്കമുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഈ ചോദ്യം വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നവർ ചരിത്രത്തിൻ്റെ ഏത് ഘട്ടം മുതലാണ്? ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു 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 മുസ്ലിം പീരീഡ്, ഒരു ക്രിസ്ത്യൻ പീരീഡ് എന്ന് പറയാറുണ്ടല്ലോ. അതിനിടയിൽ വന്നൊരു പ്രധാനപ്പെട്ട കടന്നുകയറ്റം മാർക്സിസ്റ്റ് വൽക്കരണമാണ്. അതെ, ചരിത്രത്തിലെ മാർക്സിസ്റ്റ് വൽക്കരണം ചർച്ച ചെയ്യേണ്ടതല്ലേ? അതാവാം. അതേ പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട അതേ ആവാൻ പാടുള്ളൂ. ആവാം എന്ന് തീരുമാനിക്കേണ്ടത് പോലും എന്റെ കൺസേൺ അതല്ല സർ. ഇത് ഇനിയിപ്പോ മാർക്സിസ്റ്റ് വൽക്കരണം ഞങ്ങൾ നടത്തും, കാവ്യവൽക്കരണം മാത്രം ഞങ്ങൾ തടയും എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, CPM ഗവൺമെന്റ് ധാർഷ്ട്യം കാണിച്ചാൽ അത് ജനവിരുദ്ധവും ചരിത്ര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ആണെങ്കിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ആരാ പറയേണ്ടത്? പിണറായി വിജയൻ പറയട്ടെ. പിണറായി വിജയൻ അല്ല, അങ്ങനെ പറയണം, ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് വൽക്കരണം നടത്തണം, അതേ പറ്റൂ എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പാവം കുട്ടികളുടെ പണി എന്താണ്? അവർക്ക് അവരുടെ ഫ്യൂച്ചർ ഈ പഠനത്തിലാണ്, വിദ്യാഭ്യാസത്തിലാണ്. അവർ പ്രിൻസിപ്പൽമാരെ തല്ലാൻ പോവുക, പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കുക. അവർ ഓർമ്മയില്ലേ ഏതെല്ലാം ഇവർ യൂണിവേഴ്സിറ്റിയിൽ പടക്കം പൊട്ടിക്കുക, ബോംബുണ്ടാക്കുക. ഇനി വേറൊരു കാര്യങ്ങൾ അറിയിച്ചോ, ഇപ്പൊ മമതാ ബാനർജിയുടെ ഒരു വിദ്യാർത്ഥി നേതാവിനെ ഈ കഴിഞ്ഞ ദിവസം അവിടെ ലോ കോളേജിലെ റേപ്പിന് പിടിച്ചു. അവൻ 27 വയസ്സെങ്ങണ്ടായി. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയിൽ പണ്ടെന്നോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന, ഒരിക്കലും പഠിച്ചിട്ട് പാസ്സായിട്ടില്ലാത്ത ആളുകളെ SFIയുടെ ബാനറിൽ ഈ കോളേജ് ഹോസ്റ്റലുകളിൽ പിടിച്ചിരുത്തുന്നത് പോലെ കൽക്കത്തയിലും മമതാ ബാനർജി എന്തായിരുന്നു? 10-45 വയസ്സ് കഴിഞ്ഞവർ JNUവിൽ തുച്ഛമായ വാടക 20 രൂപ മറ്റോ കൊടുത്ത് ഇങ്ങനെ ഉണ്ടുറങ്ങി കഴിയുകയാണ്. സത്യത്തിൽ ഈ കുട്ടികൾക്ക് സ്റ്റുഡൻഷിപ്പ് തിരിച്ചു കൊടുക്കാനാണ്. ഇനി കൂട്ടത്തിൽ ഇവർ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ അവർക്ക് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ ഗവർണറോട് തോറ്റതിന് അവർക്ക് വിജയിക്കാൻ പറ്റാത്തടത്ത് ഈ പാവം കുട്ടികളെ സ്ക്രൂ കൊടുത്ത് വിടുകയല്ലേ? അവർ തല്ലുകൊള്ളുന്നു, അവർ ജലപീരങ്കി ഏറ്റുവാങ്ങുന്നു, അവർ പരിക്ക് പറ്റുന്നു, അവർ ആശുപത്രിയിൽ പോകുന്നു, അവരുടെ പരീക്ഷ മുടങ്ങുന്നു, അവരുടെ ഭാവി തൊലയുന്നു. ഒരു ചോദ്യം കൂടി കൂട്ടത്തിൽ അവർ ചോദിച്ചോട്ടെ. ഈ മുതിർന്ന കാരണവന്മാരുണ്ടല്ലോ, ഈ കാരണവന്മാരുടെ എത്ര മക്കളുണ്ട് ഈ കൂട്ടത്തിൽ തല്ലുകൊള്ളും? ആരുമില്ല. അവരൊക്കെ കൊള്ളാവുന്ന കോളേജ് വേറെ സംസ്ഥാനങ്ങളിൽ പഠിക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ അന്യരാജ്യത്ത് സുരക്ഷിതമായ അകലത്താണ് അവരുള്ളത്. ഏത് കുട്ടികൾ? പിണറായി വിജയന്റെ ഏത് മോനാണ് SFIയുടെ സിന്ദാബാദ് ഒരിക്കൽ വിളിച്ച ഒരാൾ പറയട്ടെ? കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ പല ഭാഗത്തും ഉണ്ട്, പല മേഖലയിലുണ്ട്, നല്ലതും ചീത്തയുമായ മേഖലയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവരൊക്കെ എന്നുണ്ടായി? MA ബേബിയുടെ മക്കൾ എവിടെയുണ്ട്? തോമസ് ഐസക്കിന്റെ മക്കൾ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ഈ പാവങ്ങളുടെ മക്കള് പട്ടിണി പാവങ്ങൾ ജീവിക്കാനുള്ള വിമോചന മാർഗം SFIയിൽ ചേർന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷിക്കോളും എന്ന് വിചാരിക്കുന്നവർ, അങ്ങനെയുള്ള പാവങ്ങളെ കൊണ്ടാണ്, ആ കുടുംബമുള്ള ഈ ചെറ്റക്കുടിലെ മക്കളെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്. അത് മാത്രമല്ല പക്ഷേ, ഞാൻ ആലോചിക്കുക, വീണ്ടും ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ കണ്ണൂർ സ്കൂളിലേക്ക് പോവാണ്. LP സ്കൂളാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഗവർണർ, എന്ത് സർവകലാശാല, ഇത് വല്ല ഉച്ചരിക്കുക യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പോലും നാക്ക് വഴങ്ങില്ല കുഞ്ഞുങ്ങൾക്ക്. തീർച്ചയായിട്ടും അവരുടെ മുന്നിലേക്ക് ആസുരമായ ഭാവത്തിൽ വന്ന് മുദ്രാവാക്യം മുഴക്കി അക്രമം നടത്തി ആ കുഞ്ഞുങ്ങളെ മാനസിക പീഡനത്തിനിരയാക്കുമല്ലേ? അതെ അതെ. അവരെയൊക്കെ ശരിക്കും എങ്ങനെയാണ് ആ അമ്മയെ അല്ലെങ്കിൽ അവർക്ക് അവരെ ഒന്ന് താങ്ങിക്കൊടുത്ത്, അങ്ങനെയല്ലേ? ഒരു കാരുണ്യത്തിന്റെ താങ്ങുമായിട്ട് SFIക്കാരൻ ചെന്ന് നോക്കട്ടെ, അവൻ എന്നും വോട്ട് കിട്ടും. ഇവനൊക്കെ ഈ എത്ര കാലം. അല്ല പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ ഒരു സംഭവം ഉണ്ടായി. സർവകലാശാലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ പണം ഓരോ ഓഡിറ്റും ഇല്ലാതെ വർഷങ്ങളായി നടക്കുകയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി VCയുടെ മുന്നിലേക്ക് ഒരു കുറേ തുക പാസ്സാക്കാനുള്ള അപേക്ഷ ചെല്ലുന്നു. VC പറഞ്ഞു ബില്ല് വേണമെന്ന് പറയുന്നു. ബില്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ കൊണ്ട് 3 കോടി രൂപയുടെ ബില്ല് VCയുടെ മുന്നിലെത്തി. ഇപ്പൊ സിസ തോമസ് പറഞ്ഞു, ഞെട്ടിപ്പോയി. 24 മണിക്കൂർ കൊണ്ട് കോടികളുടെ ബില്ല് വരുന്നു. അവർ സംശയം തോന്നി പരിശോധിച്ചപ്പോൾ സുഖവാസ കേന്ദ്രങ്ങളിൽ പോയത്, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചതിൻ്റെ ഒക്കെ ബില്ലുകളാണ്. അവരത് പാസ്സാക്കിയില്ല. ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തു. ഗവർണർ ഇപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്ററുടെ തോമസിന് ഈ 2 ദിവസം കിട്ടിയ സമയത്ത് 3-4 ദിവസം കിട്ടിയ അവർ കരുതിയത് ഈ താൽക്കാലിക VC അല്ലേ, വന്ന ഉടനെ പാസ്സാക്കി വിടുമായിരുന്നു പറഞ്ഞാൽ വിചാരിച്ചു.
പക്ഷെ അവർ വിശദമായി നോക്കി. അപ്പോൾ ഇക്കാലം അത്രയും എത്ര കോടി രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അതിപ്പോൾ പറ്റാതെ വന്നിരിക്കുന്നു. അതും കൂടെ ഒരു കാരണമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഗവർണർമാർ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ പിന്നിൽ സിസ തോമസ് ആയാലും മോഹൻ കുന്നുമ്മലായാലും അവർക്കൊക്കെ ഒരു ബലം ഗവർണറാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ഈ വെള്ളരിക്കാപട്ടണം പോലെ ചെയ്തു കൂട്ടിയിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഏറ്റവും ചുരുങ്ങിയത് വെളിച്ചത്ത് കൊണ്ടുവരാനെങ്കിലും ഈ ഗവൺമെന്റ് പോര് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിങ് ഉണ്ടല്ലോ, ഒന്ന് സംശയത്തോടെയെങ്കിലും ഇത് കാണാൻ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പരിശോധിക്കണമെന്നെങ്കിലും. സർവകലാശാലകളിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ആ പണം പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഒഴുകി മാറുന്നുണ്ടായിരുന്നു പല പേരിൽ. ഒരു നിർദ്ദേശം എന്താണെന്ന് അറിയാം, ഇപ്പൊ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ ഈ കാണിച്ചിരുന്നത് ഷോക്കിനേക്കാൾ ഗംഭീരമായി ചെയ്യേണ്ട ഒരു വർക്ക്. രണ്ടുപേരും രണ്ട് സ്റ്റൈലാണ്. പുള്ളി കാർ നടത്തി എന്നാ പാടാന്ന് പറഞ്ഞ് മുണ്ട് മടക്കി കുത്തുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അവിടെ നിന്ന് പഠിച്ചു പോകുന്ന. അതെ, പുള്ളി ഇതേ പണി JNU പഠിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ആ തരത്തിലേക്ക്, ഈ തരത്തിലേക്ക് ഗുരുതരമായ അഡ്മിനിസ്ട്രേറ്റീവ് അഴിമതികളിലേക്ക് കണ്ടെത്താനുള്ള, അമ്മയെ തിരിച്ചറിയാത്ത, അമ്മയുടെ സ്നേഹമറിയാത്ത, മാതൃത്വത്തിന്റെ വില അറിയാത്ത, തള്ളയില്ലാത്ത പാർട്ടിയായി SFI മാറുകയാണ്. അല്ല, അങ്ങനെ ഒരു കൂട്ടം മക്കളെ സൃഷ്ടിച്ചു വിട്ടാൽ എന്താ നമ്മുടെ ഭാവി കേരളത്തിന്റെ? ഞാൻ പറഞ്ഞു ഇവരൊക്കെ രാഷ്ട്രീയക്കാരായാൽ എന്ത് ശിവൻകുട്ടിമാരാവുമായിരിക്കും. അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. ശിവൻകുട്ടിമാരെയാണ് സാർ ആവശ്യം. നിവൃത്തിയില്ല, പിന്നെ പ്രതീക്ഷയില്ല എന്നർത്ഥം. അതെ, ഏതായാലും പഠിക്കേണ്ടവർ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ നന്നായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.